ആൾട്ടർനേറ്റ് ഹിസ്റ്ററി മൂവി കാറ്റഗറിയിൽപ്പെട്ട രേഖാചിത്രം ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് കൊണ്ട് നിറഞ്ഞതാണ്. ചരിത്രം മാറ്റി എഴുതിയ രേഖാചിത്രത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ഇന്നൊന്ന് നോക്കാം. ഡ്യൂട്ടി സമയത്ത് ഓൺലൈൻ റമ്മി, CIക്ക് സസ്പെൻഷൻ എന്ന തലക്കെട്ടോടെയുള്ള ന്യൂസ്. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ്. സിനിമയിൽ പറയുന്നില്ലാത്ത കുറേ കാര്യങ്ങൾ ന്യൂസിൽ പറയുന്നുണ്ട്. അതൊന്ന് പൂർണ്ണമായും വായിച്ച് കേൾക്കാം. തൃശ്ശൂർ ഡ്യൂട്ടി സമയത്ത് ഓൺലൈൻ റമ്മി കളിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച CIക്ക് സസ്പെൻഷൻ. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ CI റാങ്കിലുള്ള വിവേക് ഗോപിനാഥാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ മിന്നൽ സസ്പെൻഷൻ ലഭിച്ചത്. ഓൺലൈൻ റമ്മി കളിച്ച് 15 ലക്ഷത്തോളം രൂപയാണ് ഇയാൾ സമ്പാദിച്ചു കൂട്ടിയത്. ഇത് ആഘോഷിക്കാനായി മറ്റ് പോലീസുകാർ ഉൾപ്പെടുന്ന സംഘവുമായി ഇയാൾ നടത്തിയ പാർട്ടിയാണ് സേനയ്ക്കുള്ളിൽ തന്നെ ഭിന്നത സൃഷ്ടിച്ചത്. പാർട്ടിയിൽ ക്ഷണം ലഭിക്കാത്ത മറ്റു പോലീസുകാരാണ് ഈ വിവരം മേലധികാരികളോട് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് വാർത്ത പുറത്താവുകയും പത്രമാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തു. നിരവധി പേരുടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരം തട്ടിപ്പിലൂടെ ദിനം പ്രതി നഷ്ടമാകുന്നത്. കേരളത്തിൽ തന്നെ 20ഓളം ആത്മഹത്യകളും ഓൺലൈൻ റമ്മി മൂലം ഉണ്ടായി. ഇത്തരം പ്രവൃത്തികളെ നിരുത്സാഹപ്പെടുത്തേണ്ട നിയമപാലകർ തന്നെ ഓൺലൈൻ റമ്മി പോലുള്ള തട്ടിപ്പിന് ബ്രാൻഡ് അംബാസഡർ ആകുമ്പോൾ ജനങ്ങളുടെ നഷ്ടത്തിനും സംരക്ഷണത്തിനും ആര് ഉത്തരവാദിത്തം പറയും എന്നതിലാണ് ആശങ്ക. ആഭ്യന്തരം കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തിയും സമയവും മുഖ്യമന്ത്രിക്കില്ല എന്നും വിദേശ പര്യടനത്തിനാണ് അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ട. തുടർന്നുള്ള മൂന്നാമത്തെ കോളം അത് ഇതേ ന്യൂസിന്റെ ആദ്യ ഭാഗം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. എന്നാലും സിനിമയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ന്യൂസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ പാർട്ടിയിൽ വിളിക്കാതിരുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിരിക്കാം പിന്നീട് കേസ് അന്വേഷിക്കാൻ വരുന്ന ക്രൈംബ്രാഞ്ചിലെ സലീം. അതുകൊണ്ടായിരിക്കാം വിവേകിനെ കളിയാക്കി സലീം സംസാരിച്ചതും. വിവേകിന്റെ ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് 18,24,657 രൂപയാണ്. ന്യൂസ് റിപ്പോർട്ടിൽ വന്നത് തെറ്റല്ല എന്നർത്ഥം. ബാങ്ക് കാണിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. എന്നാൽ സിനിമയുടെ അവസാനം രേഖയുടെ അനിയത്തി ആശാ പത്രൂസിന്റെ പേരിൽ ചെക്ക് എഴുതുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ചെക്ക് ബുക്കിലാണ്. ചെറിയൊരു മിസ്റ്റേക്ക്. പിന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നൊരു ബാങ്ക് ഇല്ല. ഒരു കാര്യം കൂടി, റമ്മി കളിച്ച് കിട്ടിയ തുക മുഴുവനായും ആശയ്ക്ക് കൊടുത്തു എന്ന് കരുതാം. കാരണം ചെക്കിൽ എഴുതുന്നത് 14,35,000 രൂപയാണ്. വിവേകിന്റെ വീട്ടിലെ TV-യിൽ ഓടുന്ന ഒരു സീരീസിൽ കാണിക്കുന്ന ഒരു രംഗം അത് നെറ്റ്ഫ്ലിക്സ് സീരീസായ വൺ പീസ് ലൈവ് ആക്ഷനിലേതാണ്. കടൽ കൊള്ളക്കാരുടെ രാജാവായ പൈറേറ്റ് കിങ് ഗോൾഡ് ഡി റോജറിന്റെ ഡെത്ത് സീനാണത്. മരിക്കുന്നതിന് തൊട്ട് മുൻപ് താൻ കൊള്ളയടിച്ച സ്വത്ത് എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്ന രംഗമാണത്. ഈ രംഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചിന്തിച്ചാൽ എനിക്ക് തോന്നിയ ഒരു ഡിസ്റ്റന്റ് കണക്ഷൻ പറയാം. ആ നെറ്റ്ഫ്ലിക്സ് സീരീസിലെ കഥ ഇതാണ്. ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ക്രൂരനായ, ഏറ്റവും വലിയ കടൽക്കൊള്ളക്കാരനെ ഭരണകൂടം പൊതുജനത്തിനിടയിൽ വെച്ച് കൊന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് കണ്ട് ഭയപ്പെടുമെന്നും തുടർന്ന് ആരും കടക്കൊള്ളക്കാരനാകാൻ പോകില്ലെന്നും കരുതി. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ സ്വത്ത് എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്ന റോജർ സത്യത്തിൽ ചെയ്തത് പൊതുജനങ്ങളോട് കടൽക്കൊള്ളക്കാരാവാനുള്ള ആഹ്വാനമാണ്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. തുടർന്ന് ഒരുപാട് കടൽക്കൊള്ളക്കാരുണ്ടായി എന്നുമാണ് കഥ. അതായത് ഭരണകൂടം എന്ത് കരുതി ചെയ്തോ അതിന് വിപരീതമായി സംഭവിച്ചു. വലിയ കേസും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെയുള്ള മലക്കപ്പാറയിലേക്ക് വിട്ടാൽ വിവേക് താനേ ശരിയാവും എന്ന് കരുതി വിട്ടതാണ്. എന്നാൽ സംഭവിച്ചതോ? കേരളം കണ്ട ഏറ്റവും പ്രമാദമായ കേസ് അന്വേഷിക്കേണ്ടി വന്നു. ഒരു സിനിമയിൽ വെറുതെ ഒരു രംഗം ഒരിടത്തും കാണിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നെറ്റ്ഫ്ലിക്സ് സീരീസ് വിഷ്വലും സിനിമയും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ ഡയറക്ടറെ പിടിക്കേണ്ടി വരും. വീട്ടിൽ വെച്ച് വിവേക് വൈറ്റ് റോസ് ചെടിയിലേക്ക് റെഡ് റോസിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവേകിൻ്റെ ഇടത് കൈയിലെ ചൂണ്ട് വിരൽ നഖം നോക്കുക. അതിൽ പ്രത്യേകിച്ച് പാടുകളോ മഷിയോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ തൊട്ടടുത്ത ഫ്രെയിമിൽ കുറച്ചൊരു ലോങ് ഷോട്ട് കാണിക്കുമ്പോൾ ഇലക്ഷൻ മഷി കാണാൻ കഴിയും. റീഷൂട്ട് ചെയ്തപ്പോൾ സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരുന്നിരിക്കാം. എഡിറ്റിങ്ങിൽ ആ മിസ്റ്റേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ വളരെ കിടിലിനൊരു കണ്ടിന്യൂറ്റി ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. സസ്പെൻഷൻ പിൻവലിച്ചുള്ള ഓർഡറിൽ കാണിച്ചിരിക്കുന്നതനുസരിച്ച് വിവേകിനെ സസ്പെൻഡ് ചെയ്തത് 2024 ഫെബ്രുവരി 21-നാണ്. തിരിച്ചെടുക്കുന്നത് 2024 മെയ് 23-നാണ്. 2024 കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 26-നാണ്. പോലീസ് സ്റ്റേഷനിൽ റീജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരുപാട് സീനുകളിൽ വിവേകിന്റെ കൈവിരലിൽ ഇലക്ഷൻ മഷി കാണാം. അതായത് സസ്പെൻഷൻ ആകുന്ന സമയത്ത് ഇലക്ഷൻ മഷി കാണാനും പാടില്ല, തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ വിരലിൽ ഇലക്ഷൻ മഷി കാണുകയും ചെയ്യാം. ആ ഇടയ്ക്കുള്ള ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് നമുക്കൊന്നും മറക്കാം. അങ്ങനെയാണെങ്കിൽ വളരെ ഭംഗിയായി കണ്ടിന്യൂറ്റി ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന വിവേകിനുള്ള ഓർഡറിൽ 2024 ഫെബ്രുവരി 21-ന് സസ്പെൻഷൻ ആവുകയും 2024 മെയ് 23-ന് സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളതായി കാണിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 3 മാസത്തിനടുത്താണ് വിവേകിനെ സസ്പെൻഡ് ചെയ്തിരുന്നത്. വിവേകിന്റെ ഫോണിൽ നിന്ന് റമ്മി സ്പോട്ട് എന്നൊരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം സ്ക്രീനിൽ നോക്കിയാൽ താഴെയായി മറ്റൊരു റമ്മി ഗെയിം ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. പിന്നീട് അതും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമായിരിക്കും. പക്ഷേ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ഈ ഫോൺ സ്ക്രീനിലുണ്ട്. കേരള പോലീസിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ് സിറ്റിസൺ എൻഗേജ്മെൻറ്റ് ആപ്ലിക്കേഷൻസും അതിൽ കാണാൻ കഴിയും. പോലീസ് ഓഫീസറിൻ്റെ ഫോണിൽ അതും 1 സെക്കൻഡ് പോലും ഇല്ലാത്ത ഒരു വിഷ്വലിൽ ഇതൊക്കെ കാണിക്കാൻ തോന്നിയത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
തിയേറ്ററിൽ ആദ്യം കണ്ടപ്പോൾ സംശയം തോന്നുകയും OTTയിൽ കണ്ടപ്പോൾ സംശയം തീർന്ന ഒരു രംഗമുണ്ട്. സെലോ ടേപ്പ് ഉപയോഗിച്ച് ഗൺ ഗ്രിപ്പിൽ നിന്ന് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. സത്യത്തിൽ ഈ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒരു ക്രൈം സീനിൽ നിന്ന് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് ആ ഫിംഗർ പ്രിന്റ് ഒരു സ്മൂത്ത് സർഫസിൽ നിന്നാണെങ്കിലാണ്. അതേസമയം ഗൺ ഗ്രിപ്പ് പോലെയുള്ള ടെക്സ്ചർ ഉള്ള സർഫസിൽ നിന്നും ഫിംഗർ പ്രിന്റ് എടുക്കേണ്ടി വന്നാൽ ജെലാറ്റിൻ ലിഫ്റ്റിംഗ്, സിലിക്കോൺ കാസ്റ്റിംഗ് പോലെയുള്ള മെത്തേഡുകളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഗ്രിപ്പുള്ള സർഫസിൽ നിന്നും സെലോ ടേപ്പ് ഉപയോഗിച്ച് പ്രിന്റ് എടുത്താൽ കൃത്യമായി പ്രിന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഇവിടെ ആ തോക്കിന് മുകളിൽ വെള്ള നിറത്തിലുള്ള ഒരു പൗഡർ തൂവിയിരിക്കുന്നത് കാണാം. അത് ഫിംഗർ പ്രിന്റ് പൗഡറാണ്. അത് ഉപയോഗിക്കുന്നത് കണ്ണുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിയാത്ത പ്രിന്റുകളെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാർക്ക് കളർ സർഫസിൽ നിന്നും ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വെള്ള നിറത്തിലുള്ള പൗഡറാണ് ഉപയോഗിക്കുക. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് ഇതിനായി ഉപയോഗിക്കുന്ന വെള്ള പൗഡർ. പൗഡർ തൂവിയതിനു ശേഷം സെലോ ടേപ്പ് ഉപയോഗിച്ച് കൂടുതൽ വ്യക്തമായി പ്രിന്റ് എടുക്കാൻ കഴിയും. സെലോ ടേപ്പ് പൊക്കുന്ന സീനിൽ ഈ വെള്ള പൊടി ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായി കാണാനുണ്ട്. കിടിലൻ ഡീറ്റെയിലിംഗ്. പെൺകുട്ടി കാണാതായ കേസിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയത് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് വിവേക് ആദ്യം മറുപടി പറയുന്നത്. കൂടെയുള്ള പോലീസുകാരൻ ഇത് ചോദിക്കാൻ കാരണം അയാൾ രജിസ്റ്ററിൽ നോക്കിയപ്പോൾ കണ്ടിരുന്നത് സാമ്പത്തിക തട്ടിപ്പ്, വിശ്വാസവഞ്ചന, മേൽവിലാസം ലഭ്യമല്ല എന്ന വിവരണത്തിലുള്ള ഒരു ചാലക്കുടിയിൽ രജിസ്റ്റർ ചെയ്തൊരു കേസായിരുന്നു. മാഞ്ഞു പോയിരിക്കുന്ന പേര് സൂക്ഷിച്ചു നോക്കിയാൽ 2 അക്ഷരം ഉള്ളതാണെന്നും രേഖ എന്നാണെന്ന് ഊഹിക്കാൻ കഴിയും. IPC 420 എന്ന ചീറ്റിംഗായി ബന്ധപ്പെട്ട സെക്ഷനാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതേ രജിസ്റ്റർ വിവേക് വീണ്ടും നോക്കുമ്പോൾ പ്രതിയെ കണ്ടെത്താനായില്ല എന്നുകൂടി അതിൽ ആരോ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ആരെഴുതി ചേർത്തു എന്ന് സിനിമയിൽ കാണിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. FIR ഉള്ളടക്കത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പരാതിക്കാരൻ്റെ കൂടെ സിനിമാ ലൊക്കേഷനിൽ വരികയും 1 ദിവസത്തെ ജോലിക്ക് ശേഷം അറിയിക്കാതെ പോവുകയും പിറ്റേന്ന് ജോലിക്ക് വരാതിരിക്കുകയും അതോടുകൂടി നിർമ്മാണ കമ്പനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തു എന്നുമാണ്. ഇതൊരു ഹിഡൻ ഡീറ്റെയിലായി പറയാൻ കാരണം പഴയ കൂട്ടക്ഷരത്തിൽ എഴുതിയ FIR റിപ്പോർട്ടിൽ പോലും മേക്കേഴ്സ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. CRPC 41D. ആലിസ് വിൻസെൻറ്റിൻ്റെ അഡ്വക്കേറ്റുമായി വിവേക് സംസാരിക്കുമ്പോൾ പറയുന്ന സെക്ഷനാണിത്. CRPC 41D പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏത് വ്യക്തിക്കും ഒരു ലോയറിനെ കാണാനുള്ള അവകാശമുണ്ടെന്നും വക്കീലിന് ഇൻട്രോഗേഷൻ നടക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാണാനുള്ള അവകാശമുണ്ടെന്നുമാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ കസ്റ്റോഡിയൽ അബ്യൂസ് നേരിട്ടിട്ടില്ല എന്നും ഇല്ലീഗൽ ഡിറ്റൻഷന് വിധേയനായിട്ടില്ല എന്നും മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇതിൽ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ ഇൻട്രോഗേഷനിൽ വക്കീൽ ഇടപെടാനോ തർക്കം ഉണ്ടാകുവാനോ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ഇരിക്കേണ്ടത് ഇയർ ഷോട്ട് ഡിസ്റ്റൻസ് അഥവാ കേൾക്കാവുന്ന ദൂരത്തിനപ്പുറവും കാണാവുന്ന ദൂരത്തിലും മാത്രമാണ്. ഈ ഒരു പോയിന്റാണ് വിവേക് വിൻസെന്റിന്റെ വക്കീലിനെ ഓർമ്മിപ്പിക്കുന്നത്. ഫോറൻസിക് ഡോക്ടറോട് വിവേക് ചോദിക്കുന്നത് ടെസ്റ്റിൽ നിന്ന് ഒരു കൺക്ലൂസീവ് റിസൾട്ട് കിട്ടില്ലേ എന്നാണ്. ഡോക്ടർ പറയുന്ന മറുപടി ഉറപ്പായും കിട്ടുമെന്നാണ്. 40 വർഷം മുമ്പ് മണ്ണിൽ കുഴിച്ചിട്ടിയ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് DNA ഐഡന്റിഫിക്കേഷൻ നടത്താൻ ഉറപ്പായും കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞതിന് കാരണം കൂടി തുടർന്ന് പറയുന്നുണ്ട്. DNA സാമ്പിളായി എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ബോണും ടീത്തും ആണെന്നാണ്. ഇവിടെയാണ് സയൻസിന്റെ അക്യുറസി. 40 വർഷം മണ്ണിൽ കിടന്ന ശവശരീരം, അതും ചുറ്റും വലിയൊരു കാട്, അതായത് മണ്ണിൽ ഒരുപാട് ജലാംശവും സൂക്ഷ്മജീവികളും കാണാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ടീത്തിൽ നിന്നും ബ്രസ്റ്റ് ബോണിൽ നിന്നും DNA ഉറപ്പായും കിട്ടുമെന്ന് പറയാൻ കാരണം ഇതാണ്. ടീത്ത് അഥവാ പല്ല്, അതിലെ ഇനാമൽ, അത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യം കൂടിയ വസ്തുവാണ്. ശരീരം എത്രത്തോളം ജീർണിച്ചു പോയാലും ഇനാമൽ വർഷങ്ങളോളം അങ്ങനെ തന്നെ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കിടക്കും. എളുപ്പത്തിൽ ഡീകമ്പോസ് ചെയ്യില്ല. പല്ലിന്റെ സ്ട്രക്ചറിൽ ഈ ഇനാമലിന് താഴെയുള്ള ഡെന്റിൻ, സിമന്റം എന്നീ ഭാഗങ്ങളിൽ നിന്ന് മൈറ്റോകോൺഡ്രിയൽ DNAയും ഈ ലെയറുകൾക്ക് താഴെയുള്ള സോഫ്റ്റ് പൾപ്പിൽ നിന്ന് ന്യൂക്ലിയർ DNAയും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് 2 തരത്തിലുള്ള DNA കിട്ടാനുള്ള സാധ്യത വർഷങ്ങൾ കഴിഞ്ഞാലും ടീത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ചവരുടെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ശവശരീരത്തിൽ നിന്നും ആളെ ഐഡന്റിഫൈ ചെയ്തത് പല്ലിൽ നടത്തിയ DNA ടെസ്റ്റിൽ നിന്നായിരുന്നു. സിനിമയിൽ ഈ കൂടെ പറയുന്ന ബ്രസ്റ്റ് ബോൺ അഥവാ സ്റ്റേണം സയന്റിഫിക്കലി നല്ലൊരു ഓപ്ഷൻ അല്ല. റിബ് കേജിനകത്ത് കാണുന്നു എന്നുള്ളതല്ലാതെ 40 വർഷം കഴിഞ്ഞാലും ഡീകേ ചെയ്യാതിരിക്കാനുള്ള കഴിവൊന്നും ഉള്ള ബോൺ അല്ല അത്. എന്നാലും മറ്റ് ബോൺസ് ഒക്കെ ഡീകേ ആയി പോയ സ്ഥിതിക്ക് കിട്ടിയതിൽ ഭേദം സ്റ്റേണം ആയതുകൊണ്ട് ടെസ്റ്റിന് അയച്ചതാവും. സ്റ്റേണത്തിനകത്തുള്ള ബോൺ മാരോയിൽ നിന്നും ന്യൂക്ലിയർ DNA കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായ സയൻസ് ആണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. പല്ല് കഴിഞ്ഞാലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സ്കൾ അഥവാ തലയോട്ടിയുടെ അകംഭാഗത്തുള്ള പെട്രസ് ബോൺ ആണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും 40 വർഷം കൊണ്ട് തകർന്നു പോകുന്നതൊന്നല്ല. ക്രൈംബ്രാഞ്ചിലെ സലീം പറയുന്നത് അസ്ഥികൂടം കൊണ്ടുപോകാൻ വന്നതാണെന്നും ഹൈദരാബാദിൽ സെൻട്രൽ ലാബിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുമാണ്. ഇന്ത്യയിലെ 7 സെൻട്രൽ ഫോറൻസിക് ലാബുകളിൽ ഒന്ന് ഹൈദരാബാദിലാണ്. കൽക്കട്ട, ന്യൂഡൽഹി, ചണ്ഡീഗഡ്, ഗുവാഹത്തി, ഭോപ്പാൽ, പൂനെ എന്നിവിടങ്ങളിലാണ് മറ്റുള്ള ലാബുകൾ ഉള്ളത്. 2 കാരണങ്ങൾ കൊണ്ടാണ് CFSL ഹൈദരാബാദ് പറയാൻ കാരണം. ഒന്ന്, സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു സെൻട്രൽ ലാബ്. 2, അവിടെയാണ് ഫോറൻസിക് കെമിക്കൽ സ്റ്റഡീസ് ഏറ്റവും കൂടുതലായി നടക്കുന്നത്. ഇവിടെ 40 വർഷം പഴക്കമുള്ള സ്കെൽട്ടൻ കിട്ടുമ്പോൾ അതിൽ പ്രധാനമായും നടത്തേണ്ടത് ഫിസിക്കൽ സ്റ്റഡീസിനേക്കാൾ പ്രാധാന്യം കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സ്റ്റഡീസിനാണ്. സ്കെലട്ടൺ ആദ്യമായി ഫോറൻസിക് ടേബിളിൽ വെച്ചിരിക്കുമ്പോൾ വാരിയലുകൾ 5 എണ്ണം കാണാം.
രണ്ട് കാലിലെയും തുടയെല്ലുകളും നട്ടെല്ലിന്റെ ഭാഗമായ എല്ലുകളും കാണാം. എന്നാൽ പിന്നീട് ഇതെല്ലാം ഒരു ഫ്രെയിമിലേക്ക് കെട്ടിവെക്കുമ്പോൾ വാരിയെല്ലുകളിൽ ഒന്നും തുടയെല്ലിൽ ഒന്നും നട്ടെല്ലിന്റെ ഒരു ഭാഗവും ഡോക്ടർ മാറ്റി കഴിഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ചിലെ സലീം വരുമ്പോൾ കാണിക്കുന്നതും ഈ ഫ്രെയിമിലെ സ്കെൽട്ടനാണ്. ബാക്കിയുള്ള എല്ലുകളാണ് പിന്നീട് രേഖയുടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നത്. പള്ളശ്ശേരി എഴുതിയ നാനയിലെ ആർട്ടിക്കിൾ, അതിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് തന്നെയാണ് ആർട്ടിക്കിൾ മുഴുവനായും കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ കണ്ടന്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടാവാം അങ്ങനെ ചെയ്തത്. അതിലെ കണ്ടന്റ് ഇതാണ്: കാതോട് കാതോര എന്ന ചലച്ചിത്രം ചിത്രീകരണം നടക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടിങ്ങിന് ചെന്ന് നാനയുടെ സീനിയർ റിപ്പോർട്ടർ പള്ളാശ്ശേരിയുടെ മുൻപിൽ നിന്നും നടൻ മമ്മൂട്ടി അഭിമുഖത്തിനിടെ ദേഷ്യപ്പെട്ട് എണീറ്റ് പോയി. 4 മണിക്കൂർ നേരം കാത്തിരുന്നതിന് ശേഷമാണ് മമ്മൂട്ടി അഭിമുഖത്തിന് എത്തിയത്. വന്നപ്പോൾ മുതൽ അസഹിഷ്ണുത കാണിക്കുന്ന മമ്മൂട്ടി ഇന്റർവ്യൂ തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ദേഷ്യപ്പെട്ട് പോവുകയായിരുന്നു. ചാലക്കുടിക്ക് സമീപം തിരുമുടിക്കുന്ന പള്ളിയിലായിരുന്നു ലൊക്കേഷൻ. ഭരതൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് 7 ആർട്സ് ആണ്. ഇതിന് ശേഷമുള്ള കണ്ടന്റ് മുഴുവൻ ഈ പറഞ്ഞതിന്റെ റിപ്പീറ്റേഷനാണ്. രേഖയുടെ കോസ്റ്റ്യൂം കീറുന്നത് സിനിമാ സെറ്റിന് വേണ്ടി ഉണ്ടാക്കിയ വിൻഡ് മിൽ ഫാനിലെ കമ്പിയിൽ തട്ടിയാണ്. അതേ സിനിമാ സെറ്റിൽ തന്നെ വർക്ക് തീർത്ത് ആ ഫാൻ കറക്കി നോക്കുന്നതും കാണിച്ചിട്ടുണ്ട്. കാതോട് കാതോര എന്ന സിനിമയിൽ ഈ വിൻമിൽ ഫാൻ കാണിക്കുന്നുണ്ട്. വിവേക് ഫോറൻസ് ഓഫീസിലിരുന്ന പഴയ ഫോട്ടോസ് നോക്കുമ്പോൾ അതിലൊരെണ്ണം ഈ വിൻമിൽ ഫാൻ്റേതാണ്. അതുപോലെ രേഖയുടെ കഥാപാത്രം യഥാർത്ഥത്തിൽ കാതോട് കാതോരം സിനിമയിൽ ഇല്ല. ആദ്യത്തെ മൈക്കിന് മുൻപിൽ മമ്മൂക്കയുടെയും സരിതയുടെയും ലിസിയുടെയും ക്യാരക്ടേഴ്സ് നിന്നപ്പോൾ തൊട്ടടുത്ത മൈക്കിന് മുൻപിൽ 3 പേരാണ് നിൽക്കുന്നത്. എന്നാൽ രേഖാചിത്രത്തിലേക്ക് വന്നപ്പോൾ അവിടെ 4 പേരെ നിർത്തി. അതിലൊരാൾ രേഖയുമായി. രേഖയും സിസ്റ്റർ സ്റ്റെഫിയും സംസാരിച്ച് പോകുമ്പോൾ അവരുടെ പുറകിലായി കുറച്ചു പേർ ചേർന്ന് ഒരു പിയാനോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പെരുന്നാളിനിടയിലെ സീനുകൾക്ക് ശേഷം പള്ളിയിൽ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാനുണ്ട് എന്ന് ഇതിനിടയിൽ പറയുന്നുണ്ട്. ഈ പിയാനോ നേരെ പള്ളിയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. കാതോട് കാതോരം സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയാണിത്. ഇവിടെയും കണ്ടിന്യൂറ്റിയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ ഡീറ്റെയിൽസും വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടിൽ DNA മാച്ചസ് സിമിലർ എന്ന റിസൾട്ടിൽ ഡീറ്റെയിൽസ് നോക്കിയാൽ ലോക്കൽ കോഡിസ് എന്നൊരു വാക്ക് കാണാം. കോഡിസ് എന്നാൽ കമ്പൈൻഡ് DNA ഇൻഡെക്സ് സിസ്റ്റം, അതായത് DNA പ്രൊഫൈൽ മാച്ച് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്നാണ് ലളിതമായി പറഞ്ഞാൽ. ഇന്ത്യയിൽ നാഷൻ വൈഡായി ഫുള്ളി ഫങ്ഷണലായ കോഡി സംവിധാനം ഇല്ല. എന്നാൽ ഓരോ ജൂറിസ്ഡിക്ഷനിലും ഉണ്ട്. അതുകൊണ്ടാണ് ലോക്കൽ കോഡിസ് എന്ന് കൊടുത്തിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഷഹീൻ സിദ്ദിഖാണ്. അതുപോലെ TG രവിയുടെ ചെറുപ്പകാലം അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീജിത്ത് രവിയുമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത്രയധികം അക്യുറേറ്റ് ഡീറ്റെയിലിംഗ് എഴുത്തിൽ കണ്ടിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ വളരെ കുറവാണ്. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉറപ്പായും കണ്ടേക്കാം. നല്ലൊരു സ്ക്രിപ്റ്റ്, ഗംഭീരൻ പ്രകടനങ്ങൾ, അതിനൊത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആക്ഷൻ രംഗങ്ങൾ, എഡിറ്റിംഗ്, ഇമോഷണലി ഹുക്ക് ചെയ്ത ക്ലൈമാക്സ് സീൻ കൂടി ആയപ്പോൾ പെർഫെക്റ്റ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി ഇടൂ. മറ്റൊരു സിനിമ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ആയി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.